എല്ലാവർക്കും വന്ന് മുട്ടുവാൻ വേണ്ടി വഴിയമ്പലങ്ങൾക്ക് മുന്നിൽ കെട്ടിയിട്ട ചെണ്ടയല്ല സിപിഐഎം എന്ന് പാർട്ടി കക്കോടി ഏരിയ സെക്രട്ടറി മാമറ്റ ശ്രീധരൻ പറഞ്ഞു. സിപിഐഎമ്മിന് യോഗം കലക്കേണ്ട ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖംമൂടിയണിഞ്ഞ അക്രമപ്രവർത്തനങ്ങളാണ് ഞായറാഴ്ച കക്കോടിയിൽ അരങ്ങേറിയതെന്നും അദ്ദേഹം സ്പൈഡ്നെറ്റ് വാർത്തകളോട് പറഞ്ഞു. ഞായറാഴ്ച കക്കോടിയിൽ നടന്ന അക്രമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സിപിഎമ്മിനെതിരെ നടത്തുന്ന പ്രചരണത്തിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്ന് സിപിഎം കക്കോടി ഏരിയ സെക്രട്ടറി മാമറ്റ ശ്രീധരൻ പറഞ്ഞു. ഈ 13-ാം തീയതി കക്കോടിയിൽ നടന്ന സംഭവത്തിൽ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിൽക്കാനുള്ള ഒരു നീക്കമാണ് പൊതുവെ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തതാണ്. വികസന മുന്നണി എന്ന പേരിൽ സമ്മേളനം നടത്തുകയും സിപിഎമ്മിനെതിരെ വിമർശനങ്ങൾ നടത്തുവാനുമാണ് കൺവെൻഷൻ ഭാരവാഹികൾ തുനിഞ്ഞത്. കൺവെൻഷനിൽ ചർച്ച അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ നടക്കില്ലെന്ന് പറയുന്നതാണ് യഥാർത്ഥ ഫാസിസം. വഴിയമ്പലങ്ങൾക്ക് മുന്നിൽ കെട്ടിത്തൂക്കിയിട്ട് ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല സിപിഎം എന്നും അദ്ദേഹം സ്പൈഡർനെറ്റ് വാർത്തകളോട് പറഞ്ഞു. ആ ആശംസാ പ്രസംഗം അവസാനിപ്പിച്ചു തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇത്തരം അനീതിക്കെതിരായിട്ട് നല്ല ചർച്ചകൾ ഉയർന്നു വരേണ്ടതാണ്, അതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്, സംവാദങ്ങൾ പ്രോത്സാഹിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായി അതിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് ഇത് സംബന്ധമായ വസ്തുത എന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഏകപക്ഷീയമായി പറയുന്നത് ഇത് ചർച്ച അനുവദിക്കുന്നില്ല എന്നാണ്. അങ്ങനെ ചർച്ച അനുവദിക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ ഫാസിസ്റ്റ് മുഖം. അത് സംബന്ധമായിട്ട് എന്നിട്ട് സിപിഎം ആണ് ഫാസിസ്റ്റ് എന്ന പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശയങ്ങളെ അടച്ചുവെക്കുന്നത്, ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം നൽകാത്തതല്ലേ യഥാർത്ഥത്തിൽ ഫാസിസം? ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ ഒരു യോഗം അവരുടെ യോഗമായി വിളിച്ചുകൂട്ടാം. ആ യോഗത്തിൽ അവർക്ക് എന്ത് വിശദീകരണവും നടത്താം, ഏത് അഭിപ്രായ പ്രകടനവും നടത്താം. അതിനെയൊന്നും സിപിഎം നിഷേധിക്കാനോ എതിർക്കാനോ പോകുന്നേയില്ല. ബഹുജനങ്ങളുടെ ഒരു യോഗം വിളിച്ചുകൂട്ടുക, ആ യോഗത്തിൽ സിപിഎമ്മിനെ കടന്നാക്രമണം നടത്തുക, ഇതെന്തൊരു രീതിയാണ് സ്വീകരിക്കുന്നത്? സിപിഎം എന്ന് പറയുന്നത് വഴിയമ്പലത്തിന് മുകളിൽ കെട്ടിയിട്ട ഒരു ചെണ്ടയൊന്നുമല്ല. വരുന്നവർക്ക് ആർക്കും കയറിമുട്ടാനുള്ള ഒരു ചെണ്ടയായിട്ട് സിപിഎമ്മിനെ ആരെങ്കിലും കാണുന്നെങ്കിൽ അവർ വിഡ്ഢികളാണെന്നാണ് എന്റെ അഭിപ്രായം. അതുമാത്രമല്ല, ഇത് ചോദ്യം ചെയ്തപ്പോ സ്വാഭാവികമായി ചർച്ച അനുവദിക്കാം. ചർച്ച അനുവദിക്കാതിരിക്കുകയും അതിന് ശ്രമിച്ചവർക്ക് നേരെ കയ്യേറ്റം ചെയ്യാൻ ചില ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ നടത്തുകയുമാണ് ചെയ്തത്. സിപിഎമ്മിന് ഇത്തരമൊരു യോഗം കലക്കണം, ഇത്തരമൊരു യോഗം നടക്കാൻ പാടില്ല എന്നാണെങ്കിൽ അതിലെ എല്ലാ പ്രസംഗങ്ങളും കഴിയുന്നവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അപ്പൊ അതായിരുന്നില്ല ലക്ഷ്യം. തികച്ചും പ്രകോപനമുണ്ടാക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഒരു മുഖംമൂടി അണിഞ്ഞ് നടത്തിയ പ്രവർത്തനമാണ് ഇതിന് പിറകിലുള്ളത്. ഇത് പ്രകോപനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. സിപിഎമ്മിന് യോഗങ്ങൾ കലക്കേണ്ട ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖംമൂടി അണിഞ്ഞ പ്രവർത്തനങ്ങളാണ് ഞായറാഴ്ച കക്കോടിയിൽ അരങ്ങേറിയത്. ഫാസിസം എന്ന വാക്ക് ആർക്കും എവിടെയും ഉപയോഗിക്കാമെന്നത് അപലപനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിമി എന്ന ഭീകര സംഘടനയുടെ വളർത്തച്ഛനായ ജമാഅത്തെ ഇസ്ലാമി മാന്യവൽക്കരിക്കപ്പെടേണ്ട പാർട്ടിയല്ല. മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നത് സിപിഎമ്മിന്റെ അജണ്ടയല്ല. മാധ്യമ സംസ്കാരവും അതിന്റെ ഉയർന്ന പ്രവർത്തനങ്ങളും ജനാധിപത്യ സമൂഹത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സംഭവം അവിടെ ഉണ്ടായി. ആ സംഭവത്തിൽ പങ്കെടുത്ത ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിന്റെ ഒരു ആക്രമാസക്തത, അതിൽ ചില പ്രശ്നങ്ങളുണ്ടായി. അതിനകത്ത് ചില സിപിഎമ്മിന്റെ അനുഭാവികളോ പ്രവർത്തകരോ ഉണ്ടാവാം. ഞങ്ങൾ അത്തരം ഒരു മാധ്യമങ്ങൾക്ക് നേരെ നടക്കുന്ന കടന്നുകയറ്റത്തെയും അംഗീകരിക്കത്തല്ല. അങ്ങനെ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമാപണം നടന്നതിൽ ഞങ്ങൾക്കാർക്കും മടിയില്ല. ഇത് ഫാസിസ്റ്റ് മുഖമാണെന്ന് പറയുന്നത് ഉറുമ്പിനെയും കണ്ടാമൃഗത്തെയും ഒരുപോലെ കാട്ടലാണ്. സിപിഎം ഒരിക്കലും മാധ്യമങ്ങൾക്ക് നേരെ കടന്നാക്രമണം നടത്തുന്നതല്ല. മാധ്യമ സംസ്കാരവും മാധ്യമങ്ങളുടെ ഉയർന്ന പ്രവർത്തനവും അനിവാര്യമാണെന്നും അത് ജനാധിപത്യത്തിന് എന്നും ആവശ്യമാണെന്നും പ്രതീക്ഷിക്കുന്ന, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സിപിഎം. അതിനുവേണ്ടി സിപിഎം എക്കാലത്തും നിലകൊണ്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സ്പൈഡർനെറ്റ് ന്യൂസ്.